അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനം ആദരം നിറഞ്ഞ സാദാത്തുകൾ, അതുപോലെ സദസ്സ് നിറച്ച മുസ്ലിം സുഹൃത്തുക്കൾ, ഉമ്മ പെങ്ങന്മാർ, ഈ സുമധുര വേളയിൽ നിങ്ങളുടെ മുമ്പിൽ അഹ്ലു ബൈത്തിനെ കുറിച്ച് ഞാൻ ചെറിയ വിഷയങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അഹ്ലു ബൈത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് ബന്ധം? അവരോട് നാം എന്തിനാണ് അത്രയ്ക്കും ഒരു സ്നേഹം വെക്കണം? ഇതിനെല്ലാത്തെ കുറിച്ച് അധ്യയനം ചെയ്യുമ്പോൾ അതാ അഹ്ലു ബൈത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഹദീസിൽ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നി താരിക്കും ഫീക്കും അംറൈനി ലൗ വദില്ലു ഇനിത്തബഅതുമാ വഹുവ കിതാബുല്ലാഹി തആല വ അഹ്ലു ബൈതി വ ഇത്രതി. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് രണ്ട് കാര്യത്തെ ഇവിടെ ഞാൻ ഉപേക്ഷിച്ച് പോകുന്നു. ആ രണ്ട് കാര്യത്തോട് നിങ്ങൾ അനുഗമിക്കുന്ന കാലത്തോളം നിങ്ങൾ പരാജയപ്പെടൂല. ഏതാണ് ആ കാര്യം? അതാണ് അഹ്ലു ബൈത്തും ഖുർആനുമാണ്. നാം അതിനെ അധികമായി ബന്ധത്തോടെ, അധികമായി സ്നേഹത്തോടെ അതിനെ കാണണം, ഓതണം. അഹ്ലു ബൈത്തിനെ അധിക ബഹുമാനത്തോടെ നാം കാണണം. അഹ്ലു ബൈത്ത് വന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ്. ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം മകളാണെങ്കിലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാധാന്യ ബഹുമാനം കൊടുക്കുകയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, ഫാത്തിമയാകുന്നത് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു ബൈത്തിന് അത്തരൊരു പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. അഹ്ലു ബൈത്ത് എന്നുള്ളത് കുറേ വംശങ്ങളാണ് നാം കാണാനുള്ളത്. സമർക്കന്ദിലെ ബുഖാരിയും യമനിലെ ജിഫ്രി ബായിലയും കർണാടകത്തിലെ 49 മുതൽ 50ഓളം വംശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ബാഫി, അഹ്ദൽ, അഹാദി, ജമലുൽ ലൈലിയൊക്കെയാണ്. ആരെങ്കിലും ഒരാൾ ഈ അഹ്ലു ബൈത്ത് ഇല്ല, ഈ അഹ്ലു ബൈത്തിനൊക്കെ നമുക്കൊരു ബന്ധമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അവിടെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറയുന്നു, ഹുവൽ അബ്തർ, നബിയെ പറഞ്ഞ ആ ആൾക്കാണ് കുടുംബമില്ല, അവൻക്കാണ് നാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും എൻ്റെ അഹ്ലു ബൈത്തിനെ വേദനിപ്പിച്ചാൽ എന്നെ നിങ്ങൾ വേദനിപ്പിച്ചതുപോലെയാണ്. എങ്ങാലും എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ ഒരു രോമത്തിന് നിങ്ങൾ വേദനിപ്പിച്ചാൽ എൻ്റെ അഹ്ലു ബൈത്തിൻ എന്നെ വേദനിപ്പിച്ചതുപോലെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും ഇസ്ലാമിക ചക്രവാളത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അഹ്ലു ബൈത്തി അമനതുല്ലി ഉമ്മത്തി. അഹ്ലു ബൈത്ത് എന്നുള്ളത് ആകാശത്തിൻ്റെ, ഈ സമുദായത്തിൻ്റെ സുരക്ഷമാണ്, രക്ഷാ കവചമാണ്. ഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅതു അദ്. നക്ഷത്രങ്ങൾ എങ്ങാലും ഇല്ലാതായി പോയാൽ, ആകാശത്തിന് വിപത്ത് വന്നു പോയേ, എങ്ങാലും എൻ്റെ അസ്ഹാബികൾ വഫാത്തായാൽ എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് വിപത്ത് വന്നു പോയേ, എങ്ങാലും ഞാൻ വഫാത്തായാൽ എൻ്റെ അഹ്ലു ബൈത്ത് അസ്ഹാബികൾക്ക് വിപത്ത് വന്നു പോയേ. അഹ്ലു ബൈത്തിനെ നാം വളരെ
അവർക്ക് അത്തരം ഒരു പ്രാധാന്യം കൊടുക്കാനുള്ള കാരണമാണ് അതാ അവരുടെ മനസ്സ് ശുദ്ധിയും അവർ കൊടുക്കുന്ന ഒരു വിലയുമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വിഷയത്തെ പറഞ്ഞ് വിരമിക്കാൻ പോകുന്നു. അതാണ്, ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ അടുത്തിൽ ഒരു സയ്യിദ് വന്ന് ചോദിക്കുന്നു, രാജാവേ, 3 ദിവസങ്ങളായി കഴിക്കാനില്ല, വല്ലതും തരണേ എന്ന് ചോദിക്കുമ്പോൾ അതാ രാജാവ് ആ സയ്യിദിനെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിപ്പിക്കുകയാണ്. അന്ന് രാത്രി ആ രാജാവിൻ്റെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എൻ്റെ മകൻ നിൻ്റെ അടുത്ത് വന്നിട്ടും നീ എന്തിനാണ് കൊടുക്കാത്തത്? അവനെ എന്തിനാണ് നീ അങ്ങനെ അയറ്റി ഓടിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതാ രാജാവ് പറയുന്നു, നബിയേ, ഞാനത് വെറുതെ അല്ല നബിയേ, അഹങ്കാരത്തോടെ അല്ല നബിയേ ഞാൻ സയ്യിദിനെ ഓടിപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സയ്യിദ് വരെ തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരു തമ്മാടിയാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എങ്ങനത്തെ തെറ്റ് ചെയ്താലും ഒരു സഹായം അപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമില്ലേ എന്ന് ചോദിക്കുന്നു. ഇക്കാലഘട്ടത്തിൽ ആരും അഹ്ലു ബൈത്തിന് ഒരു പ്രോത്സാഹം, ഒരു ബഹുമാനം, ഒരു ആദരം കൊടുക്കുകയില്ല. എല്ലാവരും സ്വന്തം അവർ തന്നെ ഒരു തങ്ങന്മാരാണെന്ന് വിചാരിക്കുന്ന കാലഘട്ടമാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. എല്ലാവരും അവർ തന്നെയാണ് ഒരു തങ്ങന്മാർ, അങ്ങനത്തെ ഒരു തങ്ങന്മാരില്ല എന്ന് നിഷേധിക്കുന്ന കാലമാണ് നമ്മിൽ നിന്ന് പിന്മാറുന്നത്. നാം എല്ലാവരും അഹ്ലു ബൈത്തിനോടുള്ള മുഹിബ്ബീങ്ങളാവണം, അവരോട് ബന്ധം വെക്കണം. അവർ പറഞ്ഞു തന്ന, അവർ നടന്ന ആ വഴിയിൽ നാം നടന്നു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിന് വിടാം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദികൾ.